വായിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് ഈ തരൂര് തന്നെ പറഞ്ഞിട്ടോ, ഗാന്ധിജിക്കൊക്കെ ഇവര് പൈസ കൊടുത്തിരുന്നില്ലേ, 100 രൂപ വെച്ചിട്ട് മാസം കൊടുക്കുന്നില്ലായിരുന്നോ ബ്രിട്ടീഷുകാര്? അത് നമ്മുടെ വായിച്ച അറിവാണ്. സുഹൃത്തുക്കളെ, അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഗാന്ധിജി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ നിന്നെങ്കിലും തുടച്ചു മാറ്റപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഗാന്ധിജി മാറുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അസല സംഖ്യകളിൽ നിന്നുള്ള വർത്തമാനമാണ് ഈ കേൾക്കുന്നത്. ഇത് പക്ഷേ ഇതങ്ങനെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് സംഖ്യകൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഗാന്ധിജി അവർക്കൊരു വെറുക്കപ്പെട്ട മനുഷ്യരാണ്. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. ഗാന്ധിജി അന്ന് ഇല്ലായിരുന്നെങ്കിൽ ഇതിന് നേരത്തെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. ഗാന്ധിജി ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തെ ഒരാവശ്യമില്ലാതെ അങ്ങ് നീട്ടിക്കൊണ്ടുപോയി. എന്തിനാണ് ഈ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടത്തി? അന്ന് ഉപ്പിന് ഇത്ര വലിയ ആർത്തിയായിരുന്നു ആളുകൾക്ക്. അങ്ങനെ ഉപ്പ് തിന്നേണ്ട ആവശ്യമൊന്നും അന്ന് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇമാതിരി വർത്തമാനങ്ങളൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ ചാണകത്തിൽ അസല് ചളി ചാണകത്തിൽ ചവിട്ടി എന്നുകൊണ്ട് പറയാൻ ഇവർക്കൊരു മടിയില്ല എന്നതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, നട്ടാൽ കുരുക്കാത്ത നുണ എന്ന് പറയാൻ കഴിയില്ല. ഇത് ഇവന്മാര് മുളപ്പിക്കും. ഈ നുണ ഇവന്മാര് മുളപ്പിക്കും. ഗാന്ധിജിക്ക് മാസാമാസം അന്ന് ബ്രിട്ടീഷുകാര് 100 രൂപ വീതം കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു സംഘപരിവാരക്കാരന്റെ വർത്തമാനമുള്ളത്. ഒന്ന് കേട്ടോക്കൂ, അന്തം വിട്ടുപോകും. ഇവര് പൈസ കൊടുത്തിരുന്നില്ലേ, 100 രൂപ വെച്ചിട്ട് മാസം കൊടുക്കുന്നില്ലായിരുന്നോ ബ്രിട്ടീഷുകാര്? അത് നമ്മുടെ വായിച്ച അറിവാണ്. അല്ല, അതിനകത്ത് ആധികാരികത വായിച്ചുള്ള അറിവല്ലേ നമുക്ക് തോന്നുള്ളൂ. അല്ലാതെ എന്താ അതല്ല, അതിന് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന് ആ ഒരു വായിച്ച അറിവില് 100% ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നത്. അദ്ദേഹം വായിച്ച അറിവാണ്, അത് 100% അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതായത് ഗാന്ധിജിക്ക് 100 രൂപ വീതം ബ്രിട്ടീഷുകാര് കൊടുത്തിരുന്നു. ഈ വായിച്ച അറിവ് എവിടെയാണ്? അതൊന്ന് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പരാമർശിക്കാൻ ഒന്നുമില്ല. ഒരു നുണ അങ്ങോട്ട് പറയുക, അത് 1000മോ ലക്ഷക്കണക്കിനോ തവണ ഇരുന്ന് പറഞ്ഞു വെക്കുക, അത് അവസാനം ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 3-4-5-6 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് ഗുജറാത്തിലെ ഒരു 8ാം ക്ലാസ് പാഠപുസ്തകത്തിലുണ്ടായിരുന്നു ചോദ്യ പേപ്പർ ഇങ്ങനെയായിരുന്നു അത്രേ: ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളതാണ്. ഒരു ചോദ്യ പേപ്പറിൽ അങ്ങനത്തെ ഒരു ചോദ്യം വരണമെങ്കിൽ അവർ അവിടെ പഠിപ്പിച്ചിരുന്നത് ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എന്ത് കാരണം കൊണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരാൻ കാരണം. ഇപ്പോഴത്തെ ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 100 രൂപ വീതം മാസാമാസം കൊടുത്തിരുന്നു എന്ന് പറയുന്ന ഒരു മഹത്തായ 100 രൂപ അന്നത്തെ ഒരു വലിയ 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 ഭീമാകാരമായ സംഖ്യയാണ്. ആ സംഖ്യ അന്ന് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ബാക്കി കേൾക്കാം. അദ്ദേഹം പാകിസ്ഥാന് പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിരാഹാരം കിടന്നു. അപ്പൊ അത്തരം പണികൾ കാണിച്ച ആളുകൾ അവിടെ ഉള്ളത്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തെ ഒരു അടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി നിരാഹാരം കിടന്നു എന്നാണ്. 100% സത്യം. പാകിസ്ഥാന് വേണ്ടിയിട്ട് എന്തിന് നിരാഹാരം കിടന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഇന്ത്യ വിഭജനം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് അന്ന് ഇവരെ വേറെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അന്ന് പാകിസ്ഥാന് കൊടുത്ത, പാകിസ്ഥാൻ രാജ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നിന്ന് പോകുന്ന സഹോദരന്മാരാണല്ലോ, അങ്ങനെ രാജ്യം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കൊടുത്ത ഒരു വാക്കായിരുന്നു എത്രയോ തുക കൊടുക്കാമെന്നുള്ളത്. എൻ്റെ ഒരു അറിവിൽ 50,000 കോടിയോ അല്ലെങ്കിൽ 500 കോടിയോ സംതിങ് ലൈക്ക് എങ്ങാണ്ടാണ് അന്നത്തെ ഒരു വലിയ തുകയാണ്. എന്തായാലും ആ ഒരു തുക ലക്ഷമാണോ ഇനി കോടിയോ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. MK മുനീറിന്റെ ഫാഷിസവും സംഘപരിവാറും എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ടും ആ തുകയെക്കുറിച്ചിട്ടും ഒക്കെ എല്ലാം പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്തിനാണ് ഗാന്ധിജിയെ കൊന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് ഒരു കാരണം. ഗാന്ധിജിയെ കൊല്ലാനുള്ള കാരണങ്ങളിൽ ഒന്ന് പാകിസ്ഥാന് വേണ്ടി വാദിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ആദ്യമായിട്ട് ഒരു പട്ടിണി സമരം നടത്തിയ ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് ഗാന്ധിജി. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി അറിയണം എൻ്റെ പ്രിയപ്പെട്ട സംഘപരിവാരക്കാരെ. കാരണം അന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യം നിർമ്മിക്കുമ്പോൾ അവിടെ ഒരുപാട് സംഗതികളൊക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഒന്നുമില്ലാത്തൊരു പ്രദേശത്തേക്കാണ് അവർ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സഹായം എന്ന നിലയ്ക്ക് നമ്മൾ ഈ നാട്ടുകാർ എത്രയോ തുക കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുത്തില്ല. അത് വളരെ പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 6 മാസത്തിന് ശേഷം എങ്ങാണ്ടൊക്കെ ഗാന്ധിജി സമരം ഇരിക്കുന്നത്.
ആ ഒരു പട്ടിണി സമരം ഇരുന്നതിന്, ആ ഒരു സത്യാഗ്രഹം നടത്തുന്നതിന് പാകിസ്ഥാന് വേണ്ടിയിട്ടാണെന്ന് പറയരുത്. അത് ഇന്ത്യ ഗവൺമെന്റ് വാക്ക് പാലിക്കണം എന്നതുകൂടി അങ്ങനെ കൂടി അതിനെ മനസ്സിലാക്കണം. ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കണമെന്നും അവർ നമ്മുടെ സഹോദര രാജ്യമാണെന്നും അവർക്ക് വേണ്ട സഹായം കൊടുക്കണമെന്നായിരുന്നു ഗാന്ധി വായിച്ചത്. എന്തായാലും ഗാന്ധിയുടെ കൊല്ലുവാനുള്ള, ഗാന്ധിജിയെ കൊന്നുകളയാനുള്ള തീരുമാനത്തിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ ഇതൊരു കാരണമായിട്ട് അവർ പറയുന്നുണ്ട്. കോടതിയിൽ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന്, ഗാന്ധിജി പാകിസ്ഥാന് വേണ്ടി വാദിച്ചു, പാകിസ്ഥാന് വേണ്ടിയിട്ട് പട്ടിണി കിടന്നു എന്നൊരു വാദം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള തുകയെ കുറിച്ചിട്ടൊന്നും സംസാരമില്ല എന്നതാണ്. അപ്പോൾ നോക്കൂ, എത്ര കാലം കഴിഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവർക്ക് ഇപ്പോഴും എന്തൊരു വലിയ സംഭവമായിട്ടും അതിനെ വേറെ രീതിയിലാക്കി വ്യാഖ്യാനിക്കാനും സംഘപരിവാരുകാർ തയ്യാറാകുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലെ നമ്മളാവുന്ന ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളൊക്കെ പരാജയപ്പെടുന്നത്. ഇതിനെങ്ങനെ എതിർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയൊക്കെ തന്നെ എതിർക്കേണ്ടത്. എനിക്കറിയാം ഈ ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പുകളിലേക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ നല്ല പച്ചത്തെറികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നല്ല ഭീഷണികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞേ നോക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമുണ്ട്. കാരണം ഇത്തരം ആളുകളൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ പല രീതിയിൽ, കാരണം ഇവർക്ക് ആശയം കൊണ്ട് എതിർക്കാൻ അറിയില്ല, ഇവർക്ക് ആശയത്തെ ആയുധം കൊണ്ട് എതിർക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബാക്കി കൂടി കേൾക്കാം. ഈസി ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ക്രമീകരിച്ച ചില സംവിധാനങ്ങളായിരുന്നു അതൊക്കെ. അഹിംസാവാദം കൊണ്ടുണ്ടായൊരു കുഴപ്പം എവിടെ വെച്ചാൽ നേരത്തെ കിട്ടാവുന്ന ഒരു സാധനം വെറുതെ താമസിപ്പിച്ചു. അല്ല, ഇതിന് മുമ്പേ കിട്ടിയത് ഈ 47 വരെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, 47 വരെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നില്ലേ? എന്തിനാ അതോടെ നിന്നേ? ഗാന്ധിജി അനാവശ്യമായിട്ട് സമരം ചെയ്ത് 47 വരെ നീട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആളുകളെ കൊലക്കി കൊടുത്ത് മാത്രമാണ് സ്വാതന്ത്ര്യം നേടേണ്ടതെന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ, അത് ഇവർക്കുള്ളതാണ്. ആളുകളെ കൊലക്കി കൊടുത്ത് മാത്രം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള ചിന്താഗതി ഇല്ലേ, അത് ഇവർക്ക് മാത്രം വരുന്ന ചിന്താഗതികളാണ്. എന്തായാലും ഇവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇവരെ ഏറ്റവും വലിയ സംഭവമായിട്ട് കൊണ്ടാടുന്ന ഒരു മനുഷ്യനുണ്ട്. എന്തായാലും ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. കാരണം ഇവർ പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ സംഭവമാണെന്ന് പറയുന്ന സവർക്കറാണല്ലോ. സവർക്കർ ശരിയാണ്, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണ്. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ഇവരൊക്കെ ആരാധിക്കുന്ന സവർക്കർക്കുണ്ടായിരുന്നുള്ള അഭിപ്രായം എന്നതിനെ കൂടിയിട്ട് ഒന്ന് കേൾക്കണം, കൃത്യമായിട്ടും കേൾക്കണം. 42-ലൊക്കെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ നടക്കുന്ന കാലത്ത് ഗാന്ധിയും കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലൊക്കെ ജയിലിലായിരുന്ന സമയത്ത് വൈസ്രോയ് റീച്ച്ഡ് ഔട്ട് ടു സാവർക്കർ ആൻഡ് സാവർക്കർ സ്പോക്ക് ടു ദ വൈസ്രോയ്. ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് ജയിലിലിട്ട ആളാണ്, പക്ഷെ ഹി വാസ് ഹാപ്പി ടു ഡീൽ വിത്ത് ദ ബ്രിട്ടീഷ് അതോറിറ്റീസ്. കാരണം എനിക്കൊരു പൊളിറ്റിക്കൽ പ്ലാൻ കിട്ടും എന്നുള്ള ഒരു ഇതിനകത്ത്. സോ അതൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആണ്. സാവർക്കറെ വളർത്തിയതിൽ ബ്രിട്ടീഷുകാർക്ക് പങ്കുണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ്. ആ ഒരു കാലത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രിട്ടീഷുകാരും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ദേ നീഡഡ് ഇന്ത്യൻ അലൈസ്. അവരുടെ ഒരു എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോഴേ പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളത് അവസാനം വരെ കേൾക്കണമെന്നുകൂടി ഞാൻ പറയും. കാരണം എങ്കിലാണ് പല തെറ്റിദ്ധാരണകളും മാറുകയുള്ളൂ. പലരും വിചാരിക്കുന്നത് ശരിയാണ്, സവർക്കർ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. പക്ഷേ ജയിലിൽ അടയ്ക്കപ്പെട്ട് ഒരുപാട് ഷൂ നക്കി വർത്തമാനങ്ങൾക്ക് ശേഷം പിന്നീട് ഇദ്ദേഹം പുറത്തു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മുഴുവൻ മാറ്റുന്നുണ്ട്. ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ടാണ് പിന്നീട് ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അണിനിരത്താം എന്നൊക്കെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഉറപ്പ് നൽകുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു സമയ കാലഘട്ടത്തിൽ എല്ലാവരും, ഇവിടുത്തെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനകൾ, ഗാന്ധി അടക്കമുള്ള ആളുകളൊക്കെ ജയിലിലാവുന്ന സമയത്ത് അന്ന് ബ്രിട്ടീഷുകാർക്ക് ഇടപെടുവാനും ബ്രിട്ടീഷുകാർക്ക് സംസാരിക്കുവാനും ബ്രിട്ടീഷുകാർക്ക് ഒരു അലയൻസ് ഉണ്ടാക്കാനും വേറെ ആരുമില്ല. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നത് സവർക്കറായിരുന്നു. സവർക്കറാണെങ്കിൽ അത് തയ്യാറായിരുന്നു. കാരണം ഷൂ നക്കികളുടെ ചരിത്രം അവിടെ മുതലാണ് തുടങ്ങുന്നത്. പ്ലാനിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി they needed Indian people to support them. അപ്പൊ ഗാന്ധിയും കോൺഗ്രസും മെയിൻ സ്ട്രീം നാഷണലിസം സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരൊക്കെ ജയിലിലാക്കി. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ തപ്പിയപ്പം ഹിന്ദു മഹാസഭയുടെ ലീഡർ ആയിരുന്ന സാവർക്കറിനെ he was willing to flirt with them. അപ്പൊ അതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും കൂടെയാണ്. It doesn't erase the fact that he was a revolutionary once, but it complicates our understanding of സാവർക്കർ. അപ്പൊ സാവർക്കറിനെ ഒരു ഫ്രീഡം ഫൈറ്റർ എന്ന് മാത്രം കാണിച്ച് ഇതിനെ erase ചെയ്യുന്നതും തെറ്റാണ്. പക്ഷെ ഇത് മാത്രമാണ് അതിനെ പുച്ഛമായിട്ട് കാണുന്നതും തെറ്റാണ്. He was a complex. ഇനിയാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് രാമചന്ദ്രനോട് ഈ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കണം
അത് ഇന്ത്യയിലത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് സവർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ BJP-കാർക്ക് ഒരു വലിയ സംഭവമാണ്. അവർ വലിയ ആരാധനയുമായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആശയം എന്താണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച് അറിയണ്ടേ? കേട്ടുനോക്കൂ. figure, very polarizing, controversial figure, especially 1940s ലൊക്കെ എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകത്തിലുണ്ട്. അത് അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് വന്ന ഒരു ഇന്റർവ്യൂല് ചോദിച്ചു, what would be the status of Muslims in this country, and he actually said in that interview, I think the status of blacks in America. അതിനെ എങ്ങനെയാണ് വെള്ള പൂശുന്നത്? It is on the record. അയാൾ പറഞ്ഞൊരു ഒപ്പീനിയൻ ആണ്. That opinion did not age well. That is also a reality we have to grapple with. പക്ഷെ ഒരാളുടെ റെക്കോർഡ് നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ദിസ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ പേഴ്സൺസ് ലെഗസി. അപ്പൊ സാവർക്കറിനെ നമ്മൾ ഒരു അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഒരിക്കൽ ഒരു അമേരിക്കക്കാരൻ വന്നിട്ട് ഒരു ഇന്റർവ്യൂ ഇദ്ദേഹവുമായി നടത്തുമ്പോൾ, സവർക്കറുമായി നടത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണോ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ അവസ്ഥ അതുപോലെയായിരിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ. അതിഭീകരമായിട്ടുള്ള അവഗണന, അതിഭീകരമായിട്ട് അടിച്ചമർത്തപ്പെടുക, അതിഭീകരമായിട്ട് അരികുവൽക്കരിക്കപ്പെടുക. ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഒരു കാരണവശാലും ആ ഒരു വിഭാഗക്കാർ എത്താതിരിക്കുക. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തന്നെ തുടച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അവരെ തുടച്ചു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അമേരിക്ക കറുത്ത വർഗ്ഗക്കാരെ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങളുമെന്ന് സവർക്കർ എന്ന് പറയുന്ന ആ ഒരു ഹിന്ദുത്വവാദി ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പല സംഘപരിവാര സംഘടനകളും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ കൊണ്ടു നടക്കുന്ന സവർക്കർ എന്ന് പറയുന്ന അവരുടെ പേരിൽ മഹാനായ ആ ഒരു സവർക്കറുടെ അഭിപ്രായമാണ്. ഇത് അഭിപ്രായം തന്നെയാണോ ഇപ്പോഴുള്ള ആളുകൾക്ക് എന്നത് ഇത് കേൾക്കുന്ന ആളുകൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഞാനെന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വളരെയേറെ ആവശ്യമാണ്. ബൈ.